ലക്ഷ്മിക്ക് ഒരു കാഞ്ചീപുരം സാരിയായിരുന്നു എടുത്തത്. സുമിത്രയ്ക്കും ലക്ഷ്മി എടുത്തത് അതേ കളർ ഒരു സാരിയാണ് തിരഞ്ഞെടുത്തത്. അതും നല്ല വിലയുള്ളതായിരുന്നു. ഉണ്ണിമോൾക്ക് പാവാടയും ബ്ലൗസുമാണ് എടുത്തത്. ബ്ലൗസ് ആണെങ്കിൽ അവരുടെ സാരിയുടെ നിറമുള്ള കാഞ്ചീപുരം മെറ്റീരിയലാണ് മുറിച്ചെടുത്തത്. ലക്ഷ്മി എല്ലാം കൂടി ഒരു 25,000-ൽ തീരുമോ? ഇടയ്ക്ക് വൈശാഖൻ അവളുടെ കാതിൽ പതിയെ മന്ത്രിച്ചു. ഇത്തിരി ആഡംബരം കൂടിപ്പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും ഏട്ടൻ അവിടെ പോയി മര്യാദയ്ക്ക് ഒരു കസേരയിൽ ഇരിക്കുക. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് കുറച്ച് സമയം കൂടി അനുവദിക്കണം. അതും പറഞ്ഞ് ലക്ഷ്മി അടുത്ത സെക്ഷനിലേക്ക് നടന്നു. ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അവർ നേരെ ഒരു ജ്വല്ലറിയിലേക്കാണ് കയറിയത്. ഇതെന്താ ഏട്ടത്തി ഇവിടെ? ഉണ്ണിമോൾക്കും വീണയ്ക്കും ഒന്നും മനസ്സിലായില്ലായിരുന്നു. അതൊക്കെ പറയാം, നിങ്ങൾ വരൂ. ലക്ഷ്മി അവരെ രണ്ടാളെയും വിളിച്ചുകൊണ്ട് ജ്വല്ലറിയിലേക്ക് പ്രവേശിച്ചു. ഈ കുട്ടിക്ക് മാച്ച് ചെയ്യുന്ന ഒരു ചെട്ടിനാട് കളക്ഷൻ നെക്ലേസും വളയും വേണം, ലക്ഷ്മി സെയിൽസ്മാനോട് പറഞ്ഞപ്പോൾ വീണ അന്താളിച്ചു. എനിക്കോ? എനിക്കൊന്നും വേണ്ട ഏട്ടത്തി, അച്ഛനെല്ലാം എടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ അവളെ തടഞ്ഞു. നീ മിണ്ടാതിരിക്ക് പെണ്ണെ, ഇഷ്ടമുള്ളത് ഏതാണ് എന്ന് വെച്ചാൽ എടുത്തോളൂ. വീണ പക്ഷേ ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ. 6.5 പവന്റെ ഒരു നെക്ലേസാണ് വീണയ്ക്ക് വേണ്ടി ലക്ഷ്മി തിരഞ്ഞെടുത്തത്. അതിന് മാച്ച് ചെയ്യുന്ന വള പക്ഷേ കിട്ടിയില്ല. പകരം ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ജിമിക്കി കമ്മലും കൂടി വീണയ്ക്ക് വേണ്ടി അവൾ എടുത്തു. ഏട്ടത്തി, ഈ കമ്മൽ മാത്രം മതി പ്ലീസ്. വീണ അവളുടെ കയ്യിൽ പിടിച്ചു. ഇത്രയും നല്ലൊരു കളക്ഷൻ വേണ്ട എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് കേട്ടോ മാഡം. വീണയെ നോക്കി ജ്വല്ലറിയിലെ സെയിൽസ്മാൻ പുഞ്ചിരിച്ചു. ഉണ്ണിമോൾക്ക് ഒരു ജിമിക്കി കമ്മലും കൂടി ലക്ഷ്മി എടുത്തു കൊടുത്തു. ലക്ഷ്മിയുടെ അച്ഛൻ ഡിപ്പോസിറ്റ് ചെയ്തു കൊടുത്ത ക്യാഷിൽ നിന്ന് എടുത്തതാണ് അവൾ ഈ ആഭരണങ്ങളൊക്കെ വാങ്ങിയത്. എന്തിനാണ് മോളെ ഇതൊക്കെ വാങ്ങിയത്? ആവശ്യത്തിനുള്ളതെല്ലാം അച്ഛൻ മേടിച്ചതല്ലേ? വീട്ടിലെത്തിയതും സുമിത്ര ലക്ഷ്മിയോട് പറഞ്ഞു. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അമ്മേ? നമ്മുടെ വീണക്കുട്ടി ഏറ്റവും സുന്ദരിയായിരിക്കണം വിവാഹത്തിന്റെ അന്ന്. അതെന്തായാലും നടക്കില്ല. ലക്ഷ്മി ഏട്ടത്തി അടുത്തുള്ളപ്പോൾ ഉണ്ണിമോൾ അവളുടെ ജിമിക്കി കമ്മൽ ഇട്ടുകൊണ്ട് കണ്ണാടിയും പിടിച്ചുകൊണ്ട് അവർക്കരികിലേക്ക് വന്നു. ആ നോക്കട്ടെ, ചുന്ദരിയായല്ലോ, ലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ലക്ഷ്മി, ഇങ്ങോട്ടൊന്ന് വരൂ, വൈശാഖൻ റൂമിൽ നിന്ന് ഉറക്കെ വിളിച്ചു. എന്താ ഏട്ടാ? ലക്ഷ്മി, നീ എത്ര സമയമായി ഈ നിൽപ്പ് തുടങ്ങിയിട്ട്? പോയി കിടക്ക്, ഇനിയെങ്കിലും നീ. അതായിരുന്നു അല്ലേ കാര്യം? ഞാൻ ഓർത്തു എന്താണെന്ന്. ഇനി നീ റെസ്റ്റ് എടുക്ക് പെണ്ണേ, മടുത്തില്ലേ? കാലിന് നീരുണ്ട്. ദിവസം അടുത്തടുത്ത് വരുവല്ലേ? അവൾ തൻ്റെ കാലുകൾ രണ്ടും നോക്കി. വേഷം മാറി വന്നു കിടക്കാൻ. നീ വല്ലാണ്ട് ക്ഷീണിച്ചു കേട്ടോ. അവൻ പറഞ്ഞതും ലക്ഷ്മി ഡ്രസ്സ് മാറി മേല് കഴുകാനായി വാഷ്റൂമിലേക്ക് പോയി. ഇന്ന് എൻ്റെ മനസ്സ് നിറഞ്ഞു ഏട്ടാ. വീണയ്ക്ക് ഒരുപാട് ഇഷ്ടമായി ആ ഓർണമെന്റ്സ്. ഏട്ടൻ എന്താ ഒരു സന്തോഷമില്ലാത്തത്? അത് ഇഷ്ടായില്ലേ? എനിക്കും ഒരുപാട് ഇഷ്ടമായി, സന്തോഷമായിരിക്കുന്നു. പക്ഷേ ഇതിലും സന്തോഷമായത് നീ അന്ന് അച്ഛനും അമ്മയ്ക്കും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കൊടുത്ത ഗിഫ്റ്റ് കണ്ടപ്പോഴാണ്. അത് കേട്ടതും ലക്ഷ്മി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ മെല്ലെ ലക്ഷ്മിയുടെ അടുത്ത് ചെന്നു അവളെ തൻ്റെ വലങ്കയ്യാൽ ചേർത്ത് പിടിച്ചു. ലക്ഷ്മി. എന്താ ഏട്ടാ? ലക്ഷ്മി, റിയലി ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ഡാർലിംഗ്. ഓ, എന്തൊരു പരിഷ്കാരമാണ് ഏട്ടാ. സത്യം ലക്ഷ്മി, നിന്നെ എനിക്ക് ഈശ്വരൻ തന്നതാണ് മോളെ. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. നീ വന്നതോടെ ഈ വീട് ആകെ മാറി. അമ്മയ്ക്കും അച്ഛനും ഞങ്ങൾ മക്കളെക്കാട്ടിലും ഇഷ്ടം ഇപ്പോൾ നിന്നോടാണ്. അവൻ അവളുമായി വന്ന് കട്ടിലിരുന്നു. കുഞ്ഞാവേ, അച്ഛ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അമ്മയെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന്. അച്ചോടാ, മുത്തിനോട് മിണ്ടാൻ ഇന്ന് അച്ഛ മറന്നുപോയി. അച്ചയുടെ പൊന്നെ, സുഖാണോ? കുഞ്ഞാവ ഇനി എന്നാ വരുന്നത് അച്ചയുടെ അടുത്തേക്ക്? സമയമാകട്ടെ അല്ലേ പൊന്നെ? അച്ചയോട് തിടുക്കം കൂട്ടണ്ട എന്ന് പറ. മോനാണോ മോളാണോ ആവോ? അല്ലേടി? അറിയില്ല ഏട്ടാ. നെക്സ്റ്റ് ടൈം ചെക്കപ്പിന് പോകുമ്പോൾ ആ ഡോക്ടറോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? എന്തായാലും ഇത്രയും ആയില്ലേ, ഇനി വാവ ഉണ്ടാകുമ്പോൾ അറിഞ്ഞാൽ മതി. ഏട്ടൻ്റെ ഇഷ്ടം പോലെ ആകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി അഥവാ മോനാണെങ്കിൽ ആ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾക്ക് വീണ്ടും ട്രൈ ചെയ്യാമെന്നേ. അതെ അതെ, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിക്കും. ഓ, അത് ശരി. അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ? അങ്ങനെ ദിവസങ്ങൾ പെട്ടെന്ന് പിന്നിട്ടു. കല്യാണത്തലേന്നെത്തി. എല്ലാവരും ആകെ തിരക്കിലാണ്. വൈശാഖൻ അന്ന് ലീവ് എടുത്തിരുന്നു. ബന്ധുമിത്രാദികൾ ഓരോരുത്തരായി എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മിയും ഉണ്ണിമോളും കൂടി തയ്ക്കാൻ കൊടുത്തതൊക്കെ മേടിച്ചു കൊണ്ടുവന്നു. വീണയാണെങ്കിൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നല്ല സുന്ദരിയായി വന്നിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞതും പന്തലിടാനുള്ളവരും സദ്യ ഉണ്ടാക്കുന്നവരും ഒക്കെ വന്നു. മുറ്റത്ത് പന്തൽ ഉയർന്നതും അതൊരു കല്യാണ വീടായി മാറി. ആകെ ബഹളമയമാണ് അന്തരീക്ഷം. അത്താഴ സദ്യക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുവാനായി പച്ചക്കറികൾ അരിയുകയാണ് സ്ത്രീജനങ്ങൾ.
പടവലവും വെള്ളരിയും മത്തനും പയറും വെണ്ടയ്ക്കയും ചീരയും എല്ലാം ശേഖരൻ തലേന്നാൾ പറിച്ചു വച്ചിരുന്നു. ചോറാണെങ്കിൽ ഒരു വല്ലമെങ്കിലും വേണ്ടി വരുമല്ലേ? ഇടയ്ക്ക് നാരായണൻ വന്ന് പെങ്ങളോട് ചോദിച്ചു. ആള് കൂടുതലാണോ ഏട്ടാ? അതെ, അവരോട് ഞാൻ കുറച്ച് അരി കൂടുതൽ ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാര് വന്നിട്ട് വിശന്നു പോകരുതല്ലോ. ഇന്ന് കുടിക്കരുത് കേട്ടോ നാരായണേട്ടാ. എല്ലാത്തിനും ഏട്ടൻ വേണം മുൻകൈ എടുക്കാൻ. വൈശാഖനും ശേഖരേട്ടനും കൂടി ഓഡിറ്റോറിയത്തിൽ പോയേക്കുവാ. അത് പിന്നെ പറയണോടി, അതിനല്ലേ ഞാൻ ഇന്നലെ തന്നെ ഇവിടേക്ക് വന്നത്. അമ്മേ, ദേ വിലാസിനി കുഞ്ഞമ്മ വരുന്നു, ഉണ്ണിമോൾ വിളിച്ചു പറഞ്ഞു. ഏട്ടാ, ഞാനിപ്പോൾ വരാം. നീ ഈ ഭാഗത്തേക്ക് വരണ്ട, ഇവിടെ ഞാനുണ്ട്. ഓ സുമിത്രേ, തിരക്കാണല്ലേ? മക്കളെല്ലാവരും എന്തിയേടി? കുഞ്ഞമ്മേ, കേറി വാ. മക്കളെല്ലാവരും അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ടുണ്ട്. നിന്നോട് ഒരു കാര്യത്തിന് ഞാൻ പിണക്കമാണ് കേട്ടോ. എന്താ കുഞ്ഞമ്മേ? നിന്റെ മോന് ജോലി കിട്ടി വലിയ ഇൻസ്പെക്ടറായിട്ട് എന്നോടൊന്ന് പറഞ്ഞോ? ഞാൻ എടുത്തോണ്ട് നടന്ന കുട്ടിയല്ലേ അവൻ. എൻ്റെ കുഞ്ഞമ്മേ, ഞാൻ രാജേന്ദ്രനോട് വിളിച്ചു പറഞ്ഞിരുന്നു. കുഞ്ഞമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ ടൗണിലാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ പറഞ്ഞോളാമെന്ന് എന്നോട് പറഞ്ഞു. ഓ, അമ്മ ഇത് പറയുവാനാണോ ഇങ്ങോട്ട് വന്നത്? 100 കാര്യങ്ങളുണ്ട് ഇവിടെ. അതിൻ്റെ ഇടയ്ക്കാണ് അമ്മയുടെ ഒരു പരാതി. രാജേന്ദ്രൻ്റെ ഭാര്യയായ കനക അവരോട് ദേഷ്യപ്പെട്ടു. കേറി വാ കുഞ്ഞമ്മേ, ഇത്രയും ദൂരം വണ്ടിയിലിരുന്ന് വന്നതല്ലേ, സുമിത്ര പറഞ്ഞപ്പോൾ അവർ അകത്തേക്ക് കയറി. മണവാട്ടിപ്പെണ്ണ് എന്തിയടി? വീണേ, സുമിത്ര ഉറക്കെ വിളിച്ചു. ദാ വരുന്ന അമ്മേ. അവളും ലക്ഷ്മിയും കൂടി ഇറങ്ങി വന്നു. ആ, ഇങ്ങോട്ട് വന്നേടി കൊച്ചേ, നിന്നെ ഒന്ന് കാണട്ടെ. കുഞ്ഞമ്മ വീണയെ വിളിച്ചു കയ്യിൽ പിടിച്ചു. വൈശാഖൻ്റെ പെണ്ണിന് ഇത് എത്ര മാസമാടി സുമിത്രേ? മോൾക്ക് 7 മാസം കഴിഞ്ഞു. 8ൽ കയറി. ആണോ? മോളുടെ വയറ് കണ്ടിട്ട് ആൺകുഞ്ഞു പോലെ ഉണ്ട് അല്ലേടി? അമ്മേ, അതൊക്കെ പിന്നെ പറയാം. അമ്മ ഇങ്ങോട്ട് വാ. കനക വന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. മോളെ, കുഞ്ഞമ്മയുടെ മുന്നിലൊന്നും അധികം ചെല്ലേണ്ട, കണ്ണുവെച്ചാൽ ഫലിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര കുറച്ച് പാണലിൻ്റെ ഇല കൊണ്ടുവന്ന് ലക്ഷ്മിയെ ഉഴിഞ്ഞുകൊണ്ടുപോയി. ഹോ, ഇനി ഇതും കണ്ടുകൊണ്ട് കുഞ്ഞമ്മ വന്നാൽ പിന്നെ തീർന്നു, സുമിത്രയുടെ മൂത്ത നാത്തൂൻ മാലതി പറഞ്ഞു. ദേ ഇപ്പോൾ വരാൻ ചേച്ചി, സുമിത്ര മെല്ലെ പറഞ്ഞു. വിജിയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഉണ്ണിമോൾ നടക്കുകയാണ്. വിജി ഇപ്പോൾ വന്നതേയുള്ളൂ. വന്നതറിയാതെ അവൾ ലക്ഷ്മിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ദേ ലക്ഷ്മി, ഫേഷ്യൽ കിറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്, നീ ഒന്ന് ചെയ്തുതാ. അവൾ ഒരു പാക്കറ്റ് ലക്ഷ്മിയുടെ നേർക്ക് നീട്ടി. ആ, നീ വന്നു കയറിയതേ തുടങ്ങിയോ? സുമിത്ര മകളുടെ അടുത്തേക്ക് വന്ന് ദേഷ്യപ്പെട്ടു. സന്ധ്യ ആയതോടെ അവിയലിൻ്റെയും കുറുക്ക് കാളൻ്റെയും ഒക്കെ ത്രസിപ്പിക്കുന്ന സുഗന്ധം അവിടെ ആകെ നിറഞ്ഞു. ബന്ദിപ്പൂക്കൾ കൊണ്ടുള്ള മാല കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ആ വീടിൻ്റെ ഉമ്മറത്തെല്ലാം. ഒക്കെ ലക്ഷ്മിയുടെ പ്ലാനാണ്. മൈലാഞ്ചി കല്യാണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ. മഞ്ഞ നിറമുള്ള ലെഹങ്കയാണ് വീണ ധരിച്ചത്. ഉണ്ണിമോളും ലക്ഷ്മിയുമൊക്കെ ആ നിറമുള്ള വേഷം തിരഞ്ഞെടുത്തിരുന്നു. തലേന്നാൾ വീണയുടെ കൂട്ടുകാരികളായ സൈറയും ഷബാനയും വന്ന് അവൾക്ക് മൈലാഞ്ചി ഇട്ടു കൊടുത്തിരുന്നു. വൈകിട്ട് 7 മണിയോടുകൂടി മഞ്ഞ നിറമുള്ള ഒരു പരവതാനി വിരിച്ചു അതിൽ എല്ലാവരും നിരന്നിരുന്നു. ലക്ഷ്മിക്ക് തറയിലിരിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ അവൾ ഒരു കസേരയിലാണ് ഇരുന്നത്. വീണയെ അവളുടെ അമ്മായിമാർ ചേർന്ന് ആനയിച്ചു കൊണ്ടുവന്നു. സുമിത്ര നിലവിളക്ക് കൊളുത്തി. അലങ്കരിച്ച ഉണ്ണിക്കണ്ണൻ്റെ വെണ്ണക്കൽ വിഗ്രഹത്തിൻ്റെ മുൻപിലാണ് അവൾ വിളക്ക് കൊളുത്തി വച്ചത്. ഓട്ടുമൊന്തയിൽ നിറയെ വെള്ളമെടുത്തു വെച്ച് അതിൽ നിറച്ച് പനിനീർ പൂക്കൾ ഇട്ടുവച്ചിരിക്കുന്നു. ഒരു തളികയിൽ കുറച്ച് മുന്തിരിയും അനാറും ഞാവൽപ്പഴവും നിറയെ വെച്ചിട്ടുണ്ട്. ഒരു സ്പൂണും ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ ഓട്ടുപാത്രത്തിൽ കുഴച്ചു വെച്ചിട്ടുണ്ട്. വീണയെ അലങ്കരിച്ച ഒരു കസേരയിൽ ഇരുത്തിയിട്ട് അമ്മായിമാർ 2 ആളും ചേർന്ന് കാലിൽ 2 കിണ്ടിയിൽ നിന്നും വെള്ളം ഒഴിച്ച് കഴുകി. അതിനുശേഷം കുഴച്ച മഞ്ഞളെടുത്ത് കവിളിൽ 2ഉം തേച്ചു. കൈക്കുടനയിൽ ചേർത്ത് വച്ചിരിക്കുന്ന വെറ്റിലയിൽ അവർ ആദ്യം മൈലാഞ്ചി ഇട്ടു കൊടുത്തു. ഒരു സ്പൂണിൽ ഓരോ മുന്തിരിയും കൂടി എടുത്ത് അവളുടെ വായിൽ വെച്ചു കൊടുത്തിട്ട് അവർ 2 ആളും മാറിയത്. ഇതെല്ലാം ലക്ഷ്മി പറഞ്ഞ പ്രകാരമാണ് അവർ ചെയ്തത്. വീഡിയോഗ്രാഫർ എല്ലാം കറക്റ്റായി പിടിച്ചെടുക്കുന്നുണ്ട്. ശേഖരനും സുമിത്രയും കൂടിയാണ് മകൾക്ക് മൈലാഞ്ചി ഇട്ടു കൊടുത്തത്. അതുപോലെ വൈശാഖനും ലക്ഷ്മിയും. അങ്ങനെ എല്ലാവരും വീണയ്ക്ക് മൈലാഞ്ചി ഇട്ടു കൊടുത്തു. ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും രാജീവനും ദീപയും എല്ലാവരും എത്തിച്ചേർന്നിരുന്നു. എല്ലാവരും അതീവ സന്തോഷത്തിലാണ്. മൈലാഞ്ചി കല്യാണം അങ്ങനെ ഗംഭീരമായി കഴിഞ്ഞു. അത്താഴ സദ്യയ്ക്ക് ശേഷം ഓരോരുത്തരായി പിരിഞ്ഞുപോയി. എല്ലാവരും കിടന്നപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. വീണയ്ക്കാണെങ്കിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ശ്രീരാജിൻ്റെ വീട്ടിൽ ബാച്ചിലേഴ്സ് പാർട്ടി പൊടി പൊടിക്കുകയായിരുന്നു. എന്നാലും അവൻ 3-4 പ്രാവശ്യം അവളെ വിളിച്ചു. വീണക്കുട്ടി, നീ മിടുക്കിയായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. നാളെ പെട്ടെന്നൊന്നും ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. അവൻ്റെ കള്ളച്ചിരി അവളുടെ കാതിൽ മുഴങ്ങി. സമയം 4:30. വീണേ, മോളെ,
എഴുന്നേൽക്ക്. സുമിത്ര പൊട്ടി വിളിച്ചപ്പോൾ അവൾ വേഗം കണ്ണു തുറന്നു. അമ്മേ, നേരം പോയോ? അവൾ ചാടി എഴുന്നേറ്റു. ഇല്ല ഇല്ല, നിനക്ക് കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴാൻ പോകണ്ടേ? അത് കഴിഞ്ഞ് ഒരുങ്ങാൻ പോകണ്ടേ മോളെ? അമ്മേ, ഞാൻ വേഗം കുളിച്ചു വരാം. അവൾ ബാത്റൂമിൽ കയറി വാതിലടച്ചു. വൈശാഖനുമായിട്ടാണ് വീണ അമ്പലത്തിൽ പോയത്. അവനാണ് ബ്യൂട്ടി പാർലറിലും കൊണ്ടുപോയത്. വീണ ഒരുങ്ങി വന്നപ്പോൾ ഇത്തിരി താമസിച്ചു പോയി. പിന്നെ വേഗം ദക്ഷിണ കൊടുക്കൽ ചടങ്ങായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടൻ്റെയും ഒക്കെ കാല് തൊട്ട് തൊഴുതപ്പോൾ വീണ വിറയ്ക്കുകയായിരുന്നു. ഇപ്പോൾ കരഞ്ഞു പോകുന്ന മട്ടിലായിരുന്നു വീണ. പക്ഷേ എല്ലാവരും മുൻകൂട്ടി ക്ലാസ് എടുത്തതുകൊണ്ട് അവൾ പിടിച്ചു നിന്നു. ലക്ഷ്മി അവളുടെ കവിളിൽ കെട്ടിപ്പിടിച്ച് ഒരു മുത്തം കൊടുത്തു. അച്ഛൻ്റെ കൈ പിടിച്ചാണ് അവൾ ഏട്ടൻ്റെ ഒപ്പം കാറിൽ കയറിയത്. അങ്ങനെ എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടു. അവർ ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ചെറുക്കൻ കൂട്ടരെത്തിയത്. വൈശാഖനും ശേഖരനും വിചാരിച്ചതിലും കൂടുതൽ മണ്ഡപം നന്നായി അലങ്കരിച്ചിരുന്നു. എല്ലാവർക്കും മണ്ഡപം നന്നേ ഇഷ്ടപ്പെട്ടു. ലക്ഷ്മിയും വിജിയും ഉണ്ണിമോളും എല്ലാവരും അതീവ സുന്ദരികളായി ഒരുങ്ങിയിരുന്നു. പക്ഷേ ഉണ്ണിമോൾ പറഞ്ഞതുപോലെ ലക്ഷ്മിയായിരുന്നു താരം. അതിൻ്റെ ഒരു ഗമ വൈശാഖൻ്റെ മുഖത്ത് കാണാം. തൻ്റെ സഹപ്രവർത്തകരെ എല്ലാവരെയും അവൻ ഭാര്യയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ചെറുക്കനെ വൈശാഖൻ സ്വീകരിച്ച് മണ്ഡപത്തിലേക്കിരുത്തി. അഷ്ടമാംഗല്യം നിറച്ച താലയുമായി വീണയും എത്തി. എല്ലാവരുടെയും അനുഗ്രഹാശംസകളോടെ 11:30-നും 12-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ശ്രീരാജ് വീണയുടെ കഴുത്തിൽ താലി ചാർത്തി. മാലതി അമ്മായി കാര്യമായിട്ടാണല്ലോ കുരവയിടുന്നത്. പൈസ വല്ലതും കൊടുത്തായിരുന്നോ ആവോ? ഉണ്ണിമോൾ ചിരിച്ചുകൊണ്ട് വിജിയോട് പറഞ്ഞു. പതുക്കെ പറ കുട്ടി, ആരെങ്കിലും കേൾക്കും. ഓ, ഈ ബഹളത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കാൻ ആർക്കാണ് സമയം? ലക്ഷ്മിയാണെങ്കിൽ വലിയ വയറുമായിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് നടക്കുന്നത്. വൈശാഖൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. കാരണം അവൾക്ക് എന്തെങ്കിലും ക്ഷീണം വരുമോ എന്നൊക്കെയാണ് അവൻ്റെ പേടി. വീണയും ശ്രീരാജും പല പല പോസുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഇടയ്ക്കൊക്കെ വൈശാഖൻ വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചുകൊണ്ടുപോയി അവരുമായി ചേർന്ന് ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട്. ദേവേട്ടാ, സദ്യ എങ്ങനെയുണ്ട്? ആദ്യത്തെ പന്തി കഴിച്ചു കഴിഞ്ഞു എഴുന്നേറ്റ ഒരാളോട് വൈശാഖൻ മെല്ലെ ചോദിച്ചു. സദ്യ ഗംഭീരമാണെടാ. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ല ഒരു ഊണ് കഴിച്ചിട്ടില്ല. ഓ, സമാധാനമായി. എൻ്റെ ടെൻഷൻ മുഴുവൻ അതായിരുന്നു. പ്രഭാകരൻ സാറിൻ്റെ സദ്യ നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ കഴിച്ചിട്ടില്ല. അച്ഛനോട് ആരോ പറഞ്ഞിട്ടാണ് അവർക്ക് നമ്മൾ സദ്യ കൊടുത്തത്. ഒരു ടെൻഷനും വേണ്ടടാ. അടപ്രഥമനാണെങ്കിൽ ബഹുകേമമാണ് കേട്ടോ. മറയൂർ ശർക്കരയുടെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ തന്നെയാണ് ആ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓ, സന്തോഷം ദേവേട്ട. അവൻ അയാളുടെ കയ്യിൽ പിടിച്ച് നടന്നകന്നു. ദേവേട്ടൻ സദ്യ കഴിച്ചു കഴിഞ്ഞ് അഭിപ്രായം പറഞ്ഞാൽ പറഞ്ഞതാ. അതുകൊണ്ട് വൈശാഖന് സന്തോഷമായി. ലക്ഷ്മിയുടെ അച്ഛനാണെങ്കിൽ എല്ലാവരെയും സദ്യ കഴിക്കുവാൻ വിളിക്കുന്നതും ആളുകൾ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ടോ, കറികളെല്ലാം കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കി നടക്കുന്നുണ്ട്. വൈശാഖന് ഒരുപാട് സന്തോഷം തോന്നി. സദ്യ നന്നായിട്ടുണ്ട് എന്ന് ഓരോ ആളുകളുടെയും മുഖം കണ്ടാൽ അറിയാം. അവിയലും ഇഞ്ചിക്കറിയും മാങ്ങ അച്ചാറുമാണ് ആളുകൾ കൂടെ കൂടെ മേടിക്കുന്നത്. പിന്നെ അടപ്രഥമനും. ഏറെ കറിവേപ്പിലയും ചുവന്നുള്ളിയും ജീരകവും ഒക്കെ ചേർത്ത് നാളികേര പീരയിൽ പൊതിഞ്ഞു കിടക്കുകയാണ് നമ്മുടെ അവിയൽ. ചെറു ചൂടോടെ വിളമ്പുന്ന അവിയലിൽ നിന്ന് നല്ല നാടൻ പച്ച വെളിച്ചെണ്ണയുടെ ത്രസിപ്പിക്കുന്ന സുഗന്ധം കൂടി പൊങ്ങി വന്നപ്പോൾ കലവറയിൽ വിളമ്പുന്ന ദിവാകരേട്ടൻ്റെ കൂടെ കിളി പോയി എന്നാണ് ശബരീഷ് ഇടയ്ക്ക് വന്ന് വൈശാഖനോട് പറഞ്ഞത്. കിളിച്ചുണ്ടൻ മാങ്ങയായിരുന്നു അച്ചാറിനായി പ്രഭാകരൻ കാരണവർ തിരഞ്ഞെടുത്തത്. നല്ലെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും ആവശ്യത്തിന് പിരിയൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവയും കടുവും വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് കൃത്യമായ നീളത്തിലും കനത്തിലും അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങയിലേക്കിടും. ആവശ്യത്തിന് ഉപ്പും ചേർക്കും. എന്നിട്ട് അടച്ച് ഒരു 20 മിനിറ്റെങ്കിലും വയ്ക്കും. ആ തിളച്ചു മറിഞ്ഞ എണ്ണയുടെ ചൂടിലാണ് ആ മാങ്ങ വെന്ത് വരുന്നത്. ഒരടുപ്പിലും വെക്കില്ല. ഒട്ടും വെള്ളവും ചേർക്കില്ല. ഇതാണ് ഈ മാങ്ങ അച്ചാറിൻ്റെ രഹസ്യം. മൂപ്പിൽ നായർ ഇരുന്ന് വിശദീകരിക്കുകയാണ് വേറൊരു പ്രമാണിയോട്.